വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചു. MSC കമ്പനിയുടെ നിക്ഷേപത്തിൽ അനുമതി തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് കൈമാറിയ അദാനി പോർട്ട്. ഓഹരി കൈമാറ്റം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് പിണറായി വിജയൻ. VD സതീശനുമായുള്ള ഡീലിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. ഹാജരാകാൻ നോട്ടീസ് അയക്കും. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-യുടെ അക്കൗണ്ട് വിവരങ്ങളുടെ പരിശോധനയും ഉടൻ. വധഭീഷണിയുണ്ടെന്ന് കുംഭമേള വൈറൽ താരവും ഭർത്താവും. നേരെ കണ്ടാൽ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണി. തങ്ങൾ കേരളത്തിലായതുകൊണ്ടാണ് സുരക്ഷിതരായിരിക്കുന്നതെന്നും ഇരുവരും ന്യൂസ് 8-നോട്. ഫർമാന് സാവകാശം നൽകാതെ ഹൈക്കോടതി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ സാവകാശമില്ല. 2 ആഴ്ച വേണമെന്ന ആവശ്യം തള്ളി. വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ. നരേന്ദ്രമോദിക്ക് ദീപിക ലേഖനത്തിൽ വാനോളം പുകഴ്ത്തൽ. മോദി ഭരണത്തിൽ സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും അമ്പരപ്പിക്കുന്ന പുരോഗതി. 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഭരണ മികവെന്നും തരൂർ. ഭരണഘടനാ ഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 30 ദിവസം തുടർച്ചയായി തടവിലാക്കപ്പെട്ടാൽ നിർണായക നടപടി. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പുറത്താക്കാം. ജൂലൈ 17-ന് JPC-യുടെ അംഗീകാരം ബിൽ ലഭിക്കുന്ന വിവരം. എതിർപ്പുമായി പ്രതിപക്ഷം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികളെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. ഉത്തരവ് ഹാജരാക്കാൻ 2 ദിവസത്തെ സാവകാശം തേടി. R ചന്ദ്രശേഖരനെയും K രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാം. പരാതിക്ക് പിന്നിൽ സംഘടനയ്ക്കുള്ളിലെ തർക്കമെന്ന് ചന്ദ്രശേഖരൻ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റായി സർക്കാർ അട്ടിമറി ആരോപണം. DMK-യെ വെട്ടിലാക്കി സെന്തിൽ ബാലാജിയുടെ പങ്കാളിത്തം. 35 കോടി കോഴ ആരോപണത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന നീക്കം. US ഇറാൻ ചർച്ചകൾ തുടരുമെന്ന് പാകിസ്ഥാൻ. ദോഹയിലെ പരോക്ഷ ചർച്ച വിജയകരം. അടുത്ത ഘട്ടം ഖമനേയിയുടെ സംസ്കാരത്തിന് ശേഷമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം. കരാർ ലംഘനം റിപ്പോർട്ട് ചെയ്യാൻ US-ഉമായി നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം ഒരുക്കുമെന്ന് ഇറാൻ. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ വിപുലമാക്കാൻ ഇറാൻ. 5 നഗരങ്ങളിലായി 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ. ടെഹ്റാൻ നഗരവീഥികളിലൂടെ വിലാപയാത്ര. 2 കോടി ജനങ്ങളെയും 90 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളെയും പ്രതീക്ഷിച്ച് ഇറാൻ. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. നടപടി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം. കേസെടുത്തത് ജിഹാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ. അയോധ്യ തട്ടിപ്പ് CBI-ക്ക് വിടുന്നത് പരിഗണിച്ച് UP സർക്കാർ. കാണിക്കേണ്ടുന്ന ചുമതലയുള്ള കമ്പനിയിലേക്കും അന്വേഷണം. ട്രസ്റ്റ് പുനഃസംഘടന സംബന്ധിച്ച് RSS BJP നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച. ചമ്പത്രയെ പിന്തുണച്ചൊരു വിഭാഗം. ഇംഗ്ലണ്ടും ബെൽജിയവും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. കോങ്കോയെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് ഹാരി കെയ്ന്റെ ഇരട്ട ഗോൾ മികവിൽ. 2 ഗോളിന് പിന്നിലിന് ശേഷം സെനഗലിനെ വീഴ്ത്തി ബെൽജിയം. ബോസ്നിയയെ തോൽപ്പിച്ച് USA മുന്നോട്ട്.